ഹായ്, വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. നമ്മൾ ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയാണ്. എന്തായാലും കുറച്ച് ലോങ് വീഡിയോയാണ്. കാരണം നമ്മളാണെങ്കിൽ ഒരു പെസ്റ്റിസൈഡ് നമ്മുടെ റോസിന് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അന്നേരം ഇന്നത്തെ വീഡിയോ നല്ല അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ പൂവെല്ലാം അതിൻ്റെ റിസൾട്ടാണ്. ഈ തളിരിലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ അടിച്ച പെസ്റ്റിസൈഡിൻ്റെ റിസൾട്ടാണ്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കഴിവതും എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് കണ്ടോ, നമ്മുടെ റോസിൻ്റെ അവസ്ഥ ഇതാണ്. മഴ മാറിയിട്ടുള്ള ഇനി ഇതെല്ലാം നമ്മളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. വേണ്ട നോക്കേ, ഇതെല്ലാം ചുരുണ്ട് ഇലയൊക്കെ തളിരിലകൾ വരുന്നത് മൊത്തവും ചുരുണ്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമുക്കിതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാത്തിലും കരിയിലകളും കയറി കിടക്കുകയാണ്. കണ്ടേ, ഇലകളൊന്നുമില്ല, എല്ലാം ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതെല്ലാം നമുക്ക് പ്രൂൺ ചെയ്ത് ആദ്യം പോട്ട് മൊത്തവും വൃത്തിയാക്കി ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്ത് വളവും ഇട്ട് കൊടുത്ത് മരുന്നും അടിക്കാൻ പോവുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ റോസയെല്ലാം പ്രൂൺ ചെയ്തു, എല്ലാം സെറ്റാക്കി അതിനകത്ത് കിടന്ന പോച്ചകളൊക്കെ പിച്ചി കളഞ്ഞു, ഇലകളൊക്കെ എടുത്ത് കളഞ്ഞു, കിളിച്ച് നിന്ന പോച്ചയൊക്കെ പിച്ചി നമ്മളെല്ലാം പ്രൂൺ ചെയ്ത് സെറ്റാക്കി. അതുകൊണ്ട് ഇത്രയും ഇതുണ്ട് നമുക്ക്. ഇത്രയും വെട്ടിക്കളഞ്ഞു നമ്മൾ. എല്ലാ പ്ലാന്റിലും കൂടെ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു, എല്ലാം വെട്ടി നമ്മളിങ്ങനെ ഇട്ടേക്കുകയാണ്. ഇനി അത് നല്ല കമ്പുകൾ നോക്കി നമ്മളെടുത്ത് നടും. ഇനി നേരം വൈകിയോണ്ട് നമ്മൾ വളവും ഇട്ട് കൊടുക്കുന്നില്ല, മരുന്നും അടിക്കുന്നില്ല. നാളെ അതൊക്കെ ചെയ്യുന്നോളൂ. എല്ലാം പോലെ നിന്ന കമ്പുകളെല്ലാം നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മഴ ഒരു 2-3 മണിക്കൂറെങ്കിലും മരുന്ന് അടിച്ചു കൊടുത്തിട്ട് 2-3 മണിക്കൂറെങ്കിലും മഴ പെയ്യാതിരിക്കണം, എന്നാലേ അതിൻ്റെ ഫലം ചെയ്യത്തുള്ളൂ. അന്നേരം നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം. നമ്മളങ്ങനെ റോസയെല്ലാം പ്രൂൺ ചെയ്ത് അതുപോലെ തന്നെ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇന്ന് അടിച്ചു കൊടുക്കുന്നത് ഈ ഹോലാപ്പ് എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾസിനും പ്ലാന്റ്സിനും എല്ലാം, ചെടികൾക്കെല്ലാം അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡാണിത്. ഇതാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഇല ചുരുളലിനും വെള്ളീച്ചയുടെ ആക്രമണത്തിനും ഇലപ്പേനും എല്ലാം നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് വെള്ളമൊന്നും ചേർത്തല്ല അടിക്കേണ്ടുള്ള, റെഡി ടു സ്പ്രേ ആണ് ഇത്. ഇതുപോലെ തന്നെ അങ്ങ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീമും ഒക്കെ മിക്സഡ് ആണ് ഇതിനകത്ത്. നമുക്കിത് നമ്മുടെ ചെടികളിലെ ഇലകളിലും തണ്ടുകളിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. മണ്ണിനകത്ത് വീണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. തണ്ടിലും ഇലയിലും എല്ലാം നമ്മൾ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ കമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. നമുക്ക് കുറച്ചധികം പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് 1.5 ബോട്ടിൽ എടുക്കേണ്ടി വന്നു. ഒരു ബോട്ടിൽ ഉപയോഗിച്ച് തീർന്ന് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതും കൂടെ എടുത്ത് ഇനി നമ്മൾ ഇന്നിനി വളമിട്ട് കൊടുക്കുന്നില്ല, നാളെ വളമിട്ട് കൊടുക്കത്തുള്ളൂ. പ്ലാന്റുകൾക്കെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നിനി നമ്മൾ ഇതിനൊന്നും വളമിടുന്നില്ല, നാളെ ഇനി വളമിട്ട് കൊടുക്കും. ഇച്ചിരി ലോങ് വീഡിയോയാണ്. അതിൻ്റെ നമ്മൾ ഈ അടിച്ച മരുന്നിൻ്റെ റിസൾട്ടും കൂടെ കാണിച്ചുകൊണ്ടാണ് വീഡിയോ വരുന്നത്. അതുകൊണ്ട് ഇച്ചിരി ലോങ് ആയിരിക്കും. അന്നേരം നമുക്ക് നാളെ വളം ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു കാര്യവും കൂടെ, ഉപയോഗിച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അടുത്ത പ്രാവശ്യം നമുക്കിത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഒന്നും എടുക്കാത്ത സ്ഥലത്ത് നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. ഇനി നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. റോസിൻ്റെ ചെവിടൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ചട്ടിയിലെയും റോസിൻ്റെ ചെവിടുകളെല്ലാം നമ്മൾ മണ്ണ് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പോകുന്ന വളം അവരവരുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഒന്നേ DAP ഉണ്ടെങ്കിൽ DAP ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ NPK ആണ് ഉള്ളതെങ്കിൽ NPK ഇട്ട് കൊടുക്കാം. എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എന്ത് വളമാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി.
എൻ്റെ കയ്യിൽ ഇന്നുള്ളത് DAP ആണ്. കറുത്ത DAP അല്ല, ഒരു ക്രീം കളറിൽ പോലെ ഇരിക്കുക. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. DAP വാങ്ങിയപ്പോൾ ഇതാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് നഴ്സറിയിൽ നിന്ന്. ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വലിയ റോസുകൾക്ക് ഇത്രയും വീതം ഇട്ട് കൊടുക്കും, ചെറിയ റോസുകൾക്ക് ഇത്ര ഇട്ട് കൊടുക്കാവൂ. വലിയ പ്ലാന്റുകൾക്കാണ് തോനെ ഇട്ട് കൊടുക്കേണ്ടുള്ളത്. അന്നേരം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് റോസുകൾക്കെല്ലാം. ഇതൊക്കെ നമ്മുടെ ചെറിയ പ്ലാന്റ് ആണ്. അതിനൊക്കെ നമ്മൾ ഇത്രയും വീതം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് 4 വശത്തും അതിൻ്റെ മൂട്ടിൽ ഇടാതെ 4 വശത്തുമായിട്ട് നമ്മൾ ചേർത്തിട്ട് കൊടുക്കും. എല്ലാ റോസുകൾക്കും നമ്മൾ വളം ഇട്ട് കൊടുത്തു. മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നേരം നനച്ചു കൊടുക്കണം. മഴ പെയ്താൽ നനയ്ക്കേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ റോസയ്ക്കൊക്കെ നല്ല അടിപൊളി തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ തളിരിലകൾ വന്നപ്പോൾ ഒരു വട്ടവും കൂടെ നമ്മൾ കൊല പഠിച്ചു കൊടുത്ത് അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാത്തിലും നല്ലതുപോലെ തളിരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിന് ഏത്തപ്പഴത്തിൻ്റെ തൊലിയും അതുപോലെ ഉള്ളിയുടെ തൊലിയെല്ലാം കൂടെയൊക്കെ ഇട്ടുള്ള വെള്ളം 2-3 ദിവസം ആക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാം കൂടെ ആകുമ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, ഇത്രയും ലെങ്ത് ആയി പോവും വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഉൾപ്പെടുത്താത്തത്. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഇച്ചിരി എപ്സം സാൾട്ടും കൂടി ഇട്ട് കൊടുക്കും. ഇതാണ് എപ്സം സാൾട്ട്. നമുക്ക് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് പഞ്ചസാരയുടെ കൂട്ടുള്ളതാണ്. ചിലപ്പം ഇത് ക്രിസ്റ്റൽ രൂപത്തിലുള്ളത് കിട്ടും. ഇത് നല്ല തരിയായിട്ട്, നല്ല പഞ്ചസാരയെക്കാട്ടി നല്ല തരിയായിട്ടുള്ളതാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള അതുപോലെയും കിട്ടും. ഇതാണ് നമ്മൾ പ്ലാന്റുകൾക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല കരുത്തോടെ പ്ലാന്റ് വളർന്നു വരാനും എല്ലാം ഈ എപ്സം സാൾട്ട് സഹായിക്കും. അതിനാണ് നമ്മളിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി 10 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ വളം ഇട്ട് കൊടുക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് DAPയോ NPKയോ എന്താ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ നിൽക്കുന്നത്, ഒന്നിനകത്തും ഒന്നും കടിച്ചിട്ടുമില്ല. ഇതളുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. മുട്ടുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന മുട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് പുതിയ തളിർപ്പ് വന്ന് വീണ്ടും മുട്ട് വരും. അങ്ങനെ 2-3 വട്ടം കട്ട് ചെയ്ത് കൊടുത്താൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിൽക്കും. ബുഷിയായിട്ട് വന്നതിന് ശേഷം മാത്രം ഫ്ലവർ ചെയ്യാൻ അങ്ങനെ വിടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ ഓരോ റോസയിലും ഇതുപോലെ മുട്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാം കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പരമാവധി എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഫ്ലവറിന്റെ പിക്കുകൾ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോയുടെ ആദ്യം നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണിത്. അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുത്ത് കൃത്യസമയത്ത് വളമിട്ട് കൊടുത്ത് നമ്മുടെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ പെസ്റ്റിസൈഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ശരിക്കും പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് നമ്മുടെ റോസയ്ക്കകത്ത്. അത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പക്ഷേ കീടങ്ങളുടെ ആക്രമണം ഇല്ലാതെ നല്ലതുപോലെ ഇതുപോലെ നല്ല ആയിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡുകൾ നമ്മൾ റോസയ്ക്കായാലും എല്ലാ ഫ്ലവറിങ് പ്ലാന്റിനും നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ ഒരു പെസ്റ്റിസൈഡ് നമുക്ക് എല്ലാ ഫ്ലവറിങ് പ്ലാന്റുകൾക്കും അടിച്ചു കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റ. ഓക്കെ, ബൈ ബൈ.